ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു ഹൈദരാബാദ് വ്ളോഗാണ്. അപ്പം ഞങ്ങൾ അവിടെ എത്തി. ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം തന്നെ നമ്മൾ സ്ഥലങ്ങൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പാക്കേജ് എടുത്തിട്ടാണ് പോയത്. ഹൈദരാബാദിലുള്ള പാക്കേജ് എടുത്തിട്ടാണ് പോയത്. അപ്പം ഉച്ചയ്ക്ക് ശേഷം ഫസ്റ്റ് ഞങ്ങൾ സ്നോ വേൾഡിലേക്കാണ് പോയത്. അവിടെ 650 ആണ് സ്നോ വേൾഡിലേക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ സ്നോ വേൾഡിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവർ തന്നെ ഇതൊക്കെ തരും. സ്വെറ്ററും പിന്നെ ഷൂസ്, ഗ്ലൗവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ഇട്ടിട്ട് വേണം അതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. സ്നോ വേൾഡ് തണുപ്പായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഭയങ്കര ഇതുണ്ട്, ഞങ്ങൾക്ക് ആൻസൈറ്റി ഉണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനത്തെ ഒരു ഇതാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഒരുമാതിരി തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്താണെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ കയറിയത്. അപ്പം ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളുടെ അകത്തേക്ക് കയറ്റിയത്. അപ്പം ഇതാണ് സ്നോ വേൾഡ്. കയറിയപ്പോൾ തന്നെ ഭയങ്കര ഫീലായിരുന്നു. കയറിയപ്പോൾ തന്നെ ഭയങ്കര തണുപ്പും ഭയങ്കര വേറൊരു എവിടെയോ എത്തിയ പോലെയായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്തിലാണെന്നൊന്നും തോന്നില്ല. നമുക്ക് ശരിക്കും സ്നോ വേൾഡ് ഭയങ്കര ഇതിലൊക്കെ വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ വർക്കിംഗ് ഡേയിൽ പോയതുകൊണ്ട് അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ തന്നെ കുറേ കളിക്കാനുള്ള ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ബാസ്കറ്റ് ബോൾ കോർട്ടും പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് നടക്കാൻ ഷൂസും ഈ സ്വെറ്റേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അല്ലാതെ നമുക്ക് കയറി കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. ഭയങ്കര തണുപ്പായിരുന്നു. കയറിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ തണുപ്പ് ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ നടക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ എന്താ പറയുക, സ്നോയിൽ കൂടെ നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഈ ഒരു സ്ലൈഡിങ് ഉണ്ടായിരുന്നു, സ്നോ സ്ലൈഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും അവർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ റിസ്കിൽ വേണം ചെയ്യാനെന്നുള്ളതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലതായിരുന്നു. പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ മ്യൂസിക്കൊക്കെ ഇട്ട് തരും. അപ്പോൾ നമുക്ക് ഡാൻസ് കളിക്കാം, നമുക്ക് എൻജോയ് ചെയ്യാം അങ്ങനെ കുറച്ച് നേരം. അപ്പോൾ ഏകദേശം ഒരു ഹാഫ് അവറൊക്കെ നമുക്കവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പം ഭയങ്കര തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് ഇറങ്ങിയൊക്കെ പോരാ കേട്ടോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് എന്തായാലും അത് കഴിയുന്നവരെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മലയാളീസും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ വേറെ കുറേ. അപ്പോൾ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ല ചില്ലായിട്ട് അങ്ങനെ പോയി. എന്തായാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ സ്നോ വേൾഡിൽ വന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു. നമുക്ക് നല്ലൊരു ഫീലായിരുന്നു അവിടെ കിട്ടിയത്. വേറൊരു ഇത് പോയ പോലെ ആയിരുന്നു ശരിക്കും. പിന്നെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു അവിടെ തന്നെ നിന്നിട്ട്. നമുക്ക് വന്നതിൻ്റെ ക്ഷീണമോ അങ്ങനത്തെ ഒന്നും പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ലൊരു രസമായിരുന്നു. പിന്നെ കുറേ സ്നോ ഒക്കെ വാരി പെറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞ് അങ്ങനെ കുറേ നേരം കളിച്ചു. പിന്നെ അത് കുറച്ച് നേരം ഒരു 15 മിനിറ്റ്സൊക്കെ നമുക്കിങ്ങനെ മ്യൂസിക് ഇട്ട് തരും. അത്ര നേരം നമുക്കങ്ങനെ കളിക്കാം. ഈ മ്യൂസിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയേക്കണത് ബിർള മന്ദിറിലാണ്. ഫുൾ മാർബിളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ടെമ്പിളാണ് അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ NTR ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു ഗാർഡൻ ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം അതൊരു പാർക്ക് പോലെയുള്ളൊരു ഏരിയ ആയിരുന്നു. പിന്നെ അവിടെ എൻട്രി ഫീസ് ഇതാണ്, ഫ്രീ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയേക്കണത് ഇതാണ്, പ്ലാനറ്റോറിയത്തിലേക്കായിരുന്നു പോയത്. അവിടെ ഒരു 200 റുപ്പീസാണ് ഒരാൾക്ക്. ഇപ്പോൾ പ്ലാനറ്റോറിയം ഇങ്ങനെ സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണിച്ചു തരും. അതായിരുന്നു പ്ലാനറ്റോറിയത്തിൽ ഉണ്ടായിരുന്നത്. അത് അത്ര വലിയ ഭംഗിയായിട്ടൊന്നും തോന്നിയില്ല. കുറച്ചും കൂടിയൊക്കെ ഇമ്പ്രൂവ് ആക്കായിരുന്നു അവിടെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഞങ്ങളിങ്ങനെ നെക്ലേസ് റോഡ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ തോന്നിയില്ല. അപ്പം വാട്ടർ മെലൺ കണ്ടു, അപ്പോൾ അത് കഴിച്ചു. പിന്നെ വേറെ എന്തൊക്കെയോ ഇങ്ങനെ പാനിപ്പൂരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ തന്നെ ബോട്ടിങ്ങിൽ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട്, നമുക്ക് അവിടെ പോവാം. പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഡേയിലെ നമ്മുടെ പരിപാടീസൊക്കെ കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഡേ, സെക്കൻഡ് ഡേ വന്നിട്ട് ഞങ്ങളിപ്പോൾ പോകുന്നത് അവിടുത്തെ കുത്തബ് ഷാ ടോംബിലേക്കാണ്. അപ്പോൾ ഇതിങ്ങനെ മരിച്ചവരെ വലിയ അവിടുത്തെ ആൾക്കാർ അടക്കിയ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വേറൊരു ഫീലായിരുന്നു കേട്ടോ. ശരിക്കും ഒരു മിസ്റ്റീരിയസ് ഒക്കെ പോലെ നമുക്ക് തോന്നി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് ഗോൽക്കൊണ്ട ഫോർട്ടിലാണ്. ഇവിടെ അത്യാവശ്യം നന്നായിട്ട് നടക്കാനുണ്ടായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഈവനിങ് പോയത് ചാർമിനാറാണ്.
ചാർമിനാർ ഈ ഒരു ഇത് മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. അവിടെ അധികവും ഷോപ്പിംഗ് ആണ്. ചാർമിനാർ മെയിനായിട്ട് ഷോപ്പിംഗ് ആണ് അവിടെ ഉള്ളത്. അപ്പം കുറേ കമ്മൽ, ബാംഗിൾസ്, ഗേൾസിന് പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. കുറേ സാധനങ്ങളുണ്ട്. ഡ്രസ്സ് ഐറ്റംസ് എനിക്ക് അധികം തോന്നിയില്ല. പക്ഷെ ഇങ്ങനത്തെ ബാംഗിൾസ്, പിന്നെ കമ്മൽ, ചെരുപ്പ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ നല്ല വിലക്കുറവിൽ കിട്ടും കേട്ടോ. അപ്പം ഞാൻ അങ്ങനത്തെ ഐറ്റംസേ മേടിച്ചിട്ടുള്ളൂ. ഡ്രസ്സൊന്നും അത്ര കൊള്ളത്തില്ലായിരുന്നു. അപ്പോൾ ഈവനിങ് ഞങ്ങൾ ചാർമിനാർ വിട്ട് പോയി. ഇതിപ്പോൾ തേർഡ് ഡേ ആണ് നമുക്ക് ലാസ്റ്റ് ഡേ പാക്കേജിൽ വന്നേക്കണത്. അപ്പോൾ ഇത് ഞങ്ങൾ പോകുന്നത് രാമോജി ഫിലിം സിറ്റിയിലേക്കാണ്. ഞങ്ങൾ നിൽക്കുന്നിടത്തു നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഉണ്ടായിരുന്നു രാമോജി ഫിലിം സിറ്റിയിലേക്ക്. അപ്പോൾ അവിടെ ഞങ്ങളൊരു 9:30 ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു മോർണിംഗിൽ. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഭാഗമാണ്. ഇത് ഇൻ്റർനാഷണൽ ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു ഏരിയയിലൂടെയാണ് ഇപ്പോൾ ഞാൻ നടക്കുന്നത്. എല്ലാം ഇങ്ങനെ സെറ്റിട്ട് വെച്ചേക്കായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പാർക്ക്, എല്ലാം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു.